ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതായിരുന്നു. എന്തോ പെട്ടെന്ന് ചെയ്യണമെന്നൊരു തോന്നൽ, പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. മാത്രമല്ല വലിയ പാടുമില്ലല്ലോ. സംഭവം എല്ലാവരും ഇമേജൊക്കെ പ്രിൻ്റ് എടുത്തൊരു ഫ്രെയിം പോലെയൊക്കെയാണ് ആക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടിടുന്നു, അതന്നെ ധാരാളം. പിന്നെ ഇത് ഫ്രെയിം ചെയ്തില്ലെങ്കിലുള്ള കുറവും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വിഷൻ ബോർഡ് ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള ChatGPTയുടെ അടുത്ത് തന്നെ ചോദിച്ചു, ഇതെന്താണ് ഇപ്പോൾ, എങ്ങനെയൊക്കെയാണ്, എന്താണ് അതേന. അപ്പം പുള്ളി പറഞ്ഞത്, നീ എന്ത് വേണോ ചെയ്തോ, ഞാൻ ഫുൾ സപ്പോർട്ടാണെന്ന്. അല്ല, അങ്ങനെയല്ല, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ എഴുതാം, അല്ല ഏതൊക്കെ ചെയ്യാം. അപ്പം അതെ, അത് തന്നെ. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നടക്കണമെന്നൊന്നുമില്ല, ബട്ട് ജസ്റ്റ് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ, ലൈക്ക് നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊരു ഇത് അതുതന്നെ. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അങ്ങ് പൊലിപ്പിച്ച് വെച്ചു. ബട്ട് ഇത് എഡിറ്റ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഏതൊക്കെയോ റീൽ കണ്ടത്. ബട്ട് അവർ പറഞ്ഞതൊന്നും അല്ല നമ്മുടെ ChatGPT ചേട്ടൻ പറഞ്ഞത്. ഇനി മാറ്റാനോ വയ്യ, ഇത് മതി. അതായത് നമ്മുടെ വിഷൻ ബോർഡ് മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തമുള്ളതാണ്. കാരണം നമ്മൾ വളരെ വൃത്തിയോടും വെടുപ്പോടുമാണ് ഇത് ചെയ്യുന്നത്. എന്താ, എനിക്ക് യൂഷ്വൽ ഈ വിഷൻ ബോർഡ് കണ്ടിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അത് കൊള്ളൂല. അതുകൊണ്ട് ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കണ്ടാലാണ് എനിക്കൊരു മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ എന്താ, ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ക്ലീൻ ആയിട്ടുള്ള വിഷൻ ബോർഡ്. എനിക്ക് ആ കൊളാഷ് പോലത്തുള്ള സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിത് മതി. സംഭവം ഇത് ക്യാൻവേ കിടന്നൊരു വിഷൻ ബോർഡിൻ്റെ തന്നെ ടെംപ്ലേറ്റാണ്. അപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്നവരും കാണും, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് മെറ്റേഴ്സിനെ കണ്ട്, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. സംഭവം പെട്ടെന്നങ്ങ് പോവുമെങ്കിലും വലിയ മെറ്റർ കുറച്ച് പതുക്കെ പോകും, അത് കാണാൻ നൈസായിരുന്നു. ഇന്നും അതുപോലെ കാണാമെന്ന് വെച്ച് പോയപ്പം ഒന്നിനെയും കണ്ടില്ല. പിന്നെ പോയതുപോലെ തന്നെ തിരിച്ചു വന്ന് കിടന്നു. ആദ്യം വലിയ ആഡംബരമൊക്കെ കാണിച്ച് നമ്മുടെ ഗ്രില്ലിൻ്റെ മണ്ടിലൊക്കെ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അതൊന്നും റോസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവസാനം നമ്മൾ ആ ഗ്രില്ലെടുത്ത് മാറ്റിയിട്ട് മര്യാദയ്ക്ക് ഇങ്ങനെ ചുട്ടെടുത്തു. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ പോയതാണ്. യൂഷ്വലി ഇവിടെ ഇങ്ങനെ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാറില്ലായിരുന്നു. ഐ തിങ്ക് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും മുൻപ് ഇത് കണ്ടിട്ടില്ല. എനിക്ക് ക്രിസ്മസ് ട്രീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ മെയിൻ ആൾ നമ്മുടെ സാന്റാക്ലോസ് ആണ്. പുള്ളിക്കാരനാണ് ഒരു രക്ഷയില്ലാത്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ.
ഞാനിപ്പം റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കേണ്ട ഒരു തന്ത്രപ്പാടിലാണ്. സംഭവം റെഡ് കളറിന് വേണ്ടി അലയാൻ ഇനി ഒരിടമില്ല. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും അലഞ്ഞായിരുന്നു. എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് അലയാൻ സമയമില്ലായിരുന്നു. കേക്ക് ഉണ്ടാക്കാനും സമയമില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫ്രോസ്റ്റിങ് മാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 2-2:30 ഇത് ഇന്ന് തന്നെ ഡിസൈനും ചെയ്യണം എന്നും പറഞ്ഞ് ഇരുന്നതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നാളെ ചെയ്യാം. നാളെയും എപ്പോൾ ചെയ്യാമെന്നൊരു പിടിയില്ല. കാരണം നാളെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ട്. സോ അതും എങ്ങനെയാണാവോ. നമ്മുടെ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീടെത്തിയപ്പോഴത്തേക്കും നല്ല ടൈമായിരുന്നു. നേരെ ചെന്ന് ഫ്രഷായി പിന്നെ കേക്കിൻ്റെ പിറകെ തന്നെയായിരുന്നു. ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടത്. അങ്ങനെ ചോദിക്കരുത്. കാരണം എനിക്കറിയത്തില്ല ഇതെന്താ ഇങ്ങനെ ആയതെന്ന്. പിന്നെ ലുക്ക് അറ്റ് ദിസ്. ഇതാണോ ഞാൻ പറഞ്ഞ റെഡ് വെൽവെറ്റ് കേക്ക്? പിന്നെ എൻ്റെ ഡിസൈനെ പറ്റി പ്രത്യേകിച്ച് ഇനിയൊന്നും പറയണ്ടല്ലോ. എനിക്ക് മെനഞ്ഞാന്ന് തൊട്ടും വയ്യായിരുന്നു. എന്താണെന്നറിയത്തില്ല. ഭയങ്കര ഒരു ബോഡി പെയിനും തലവേദനയൊക്കെ ആയിരുന്നു. അത് പിന്നെ അപ്പോഴപ്പോഴിത് വരും. അത് നമ്മൾ വലിയ കാര്യമാക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് അത്യാവശ്യം കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന്. സംഭവം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളായിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ പോസ്റ്റേഴ്സ് മാറ്റണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ന്യൂ ഇയർ ആയിട്ട് ആദ്യം അത് തന്നെ മാറ്റാമെന്ന് വെച്ച്. ഞാൻ പിങ്ക് തീമാണ് ഇപ്പം എടുത്തേക്കണം. ആൻഡ് എനിക്ക് എൻ്റെ ടൈം ടേബിൾ കൂടെ സ്റ്റിക്ക് ചെയ്യാനുണ്ട്. ഞാൻ പോസ്റ്റേഴ്സ് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പുതിയ പോസ്റ്റേഴ്സ്. ഇനി നമ്മുടെ പഴയ പോസ്റ്റേഴ്സിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. പുതിയ പോസ്റ്റേഴ്സൊക്കെ ഞാൻ ഏകദേശം ഒട്ടിച്ചു. ഇനി എനിക്ക് പഠിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും, ഇത് ശരിയായില്ല ശരിയായില്ല, അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്ത് വയ്ക്കും. ലാസ്റ്റ് കലണ്ടറും ടൈം ടേബിളും കൂടെ മാത്രമേ സെറ്റ് ചെയ്യാനുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അതും സെറ്റായി.
ഞാനിപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കുകയാണ്. സംഭവം ഇതിന് മുമ്പ് കൊക്കോ പൗഡർ മാത്രം വെച്ച് കോഫി ഉണ്ടാക്കാൻ നോക്കി. ആൻഡ് അട്ടർ ഫ്ലോപ്പായിരുന്നു, ഒന്നും പറയാനില്ല. ഇതും ഞാൻ കൊക്കോ പൗഡറും പാലും പഞ്ചസാര ഇട്ടാണ് ആദ്യം ഇപ്പോൾ തിളപ്പിക്കുന്നത്. എപ്പോഴേ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞതിൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചോക്ലേറ്റും കൂടെ ഇടും. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഡിസൈനായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ബീറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഈ ഒരു കപ്പ് ക്രിസ്മസ് ടൈമിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഞാൻ എടുത്തതാണ് ആദ്യത്തെ ആ കോഫി ഫ്ലോപ്പായത്. പിന്നെ ഇന്നാണ് ഈ ഒരു സാഹചര്യം ഒത്തുവന്നത്. പിന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഇത് വലിയ പഴയതുപോലെ ആവുമെന്ന്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രതീക്ഷയെക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ഞാൻ ഇതിൻ്റെ റെസിപ്പി കുറേ നോക്കി, ഒന്നിലുമില്ല. ഒരുപാട് ഹോട്ട് ചോക്ലേറ്റ് അതേ ഉള്ളൂ, കോഫി ഉപയോഗിച്ചിട്ടുള്ള ഒന്നും ഞാൻ കണ്ടില്ല. അവസാനം പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഉണ്ടാക്കിയതാണ്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സർപ്രൈസായിട്ട് തന്നൊരു സംഭവമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നത്. അതിൻ്റെ സർപ്രൈസ് എന്ന് പറയണം. ഇതിനേതെങ്കിലും ഒരു വേസിൽ വെക്കാമെന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. കാരണം ഈ ഒരു ഇലയുടെ ആ ഒരു ഭംഗി കാണത്തില്ല. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച്, അതാകുമ്പോൾ അതിൻ്റെ ലീഫും കാണാം, പൂവും കാണാം, എല്ലാം കാണാം, അങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ ഔട്ടിങ്ങിനായപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റ്. ഇത് ആക്ച്വലി കൈൻഡ് ഓഫ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ആൻഡ് ബർത്ത്ഡേ കഴിഞ്ഞ് ഒരു 4-5 മാസമായിരുന്നാലും നമ്മൾ ഇപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാരണം അതിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. നമ്മൾ എക്സാം ടൈമിൽ എന്താണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ആണ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ഈ ഒരു ലെറ്റർ ആക്ച്വലി എൻ്റെ ഫ്യൂച്ചർ സെൽഫിനോടാണ്. 10 വർഷത്തിന് ശേഷം എനിക്ക് 10 വർഷം മുമ്പുള്ള എൻ്റെ ഫ്രണ്ട് എഴുതിയ ലെറ്റർ. എൻ്റെ ഫീൽഡിൽ കുറേ ദിവസമായിട്ട് കൊറിയൻസിൻ്റെയും ചൈനീസുകാരുടെയൊക്കെ ജാപ്പനീസുകാരുടെ ഫുഡും അവരുടെ രാമേനും ഒക്കെ അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ വെച്ച് ഞാൻ ചെയ്യാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണത്.